അയോധ്യയിൽ ഇന്ന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ മുതിർന്ന ബി നേതാവ് കെ അദ്വാനി പങ്കെടുക്കില്ല എന്ന രീതിയിൽ സൂചന വരുന്നു ഡൽഹിയിൽ നിന്ന്. കടുത്ത തണുപ്പ് തുടരുന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. പ്രതിഷ്ഠയ്ക്ക് മുമ്പായുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ഇപ്പോഴും തുടരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കും 12:30 ഇടയിൽ 86 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. ചടങ്ങുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തി. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ എസ് വിജയകുമാറും ആർ രാധാകൃഷ്ണനും തത്സമയം അയോധ്യയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അഗെയിൻ ടു ബോത്ത് ഓഫ് യു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്ന ചടങ്ങ്? പ്രത്യേകിച്ച് കെ അദ്വാനി ഈ പരിപാടിയിൽ തണുപ്പ് മൂലം പങ്കെടുക്കുന്നില്ല എന്നുകൂടി വിവരങ്ങൾ വരുന്നു. ഡൽഹിയിൽ നിന്ന് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇക്കാര്യത്തെക്കുറിച്ച്? ഈ ചടങ്ങുകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇതിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രാരംഭ ചടങ്ങുകളാണ് നടന്നു വരുന്നത്. എനിക്ക് മുന്നിലൂടെ ഈ പോകുന്ന വാഹനങ്ങളിൽ ഓരോ പ്രധാനപ്പെട്ട വ്യക്തികൾ ഓരോരുത്തരായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 11 മണിക്ക് മുൻപായിട്ടാണ് ഈ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ അവിടേക്ക് എത്തുന്നത്. ഈ വഴിയിൽ കൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്ഷേത്രത്തിലേക്ക് പോകുക. അദ്ദേഹം 10 മണിയോടുകൂടിയായിരിക്കും വിമാനത്താവളത്തിൽ എത്തുന്നത്. വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്ന് അയോധ്യയിലേക്ക് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. 15 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിൽ നിന്നും ഈ ക്ഷേത്ര മേഖലയിലേക്ക് എത്താനായിട്ട്. അദ്ദേഹം ആദ്യം എത്തുന്നത് ഹനുമാൻ ഗർഹി എന്ന ക്ഷേത്രത്തിലായിരിക്കും. അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഹനുമാൻ ഗർഹി. ഈ ഹനുമാൻ ഗർഹിയുടെ പ്രത്യേകത, ഇവിടെ വെച്ചാണ് രാമൻ ഹനുമാനെ സന്ദർശിച്ചിരുന്നത് എന്നും ഹനുമാൻ അവിടെ കാത്തു നിൽക്കുകയും നിന്ന് ശ്രീരാമനുമായി സംഭാഷണം നടത്തുന്നത് അവിടെ വെച്ചായിരുന്നു എന്നുമാണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യം അവിടെ നിന്ന് മാത്രമേ അയോധ്യയിലെ എല്ലാ ചടങ്ങുകളും തുടങ്ങൂ. പ്രധാനമന്ത്രി അവിടെ എത്തും, അവിടെ പ്രാർത്ഥിക്കും. അതിനുശേഷം അദ്ദേഹം സരയൂ സ്നാനം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഈ സരയൂ സ്നാനം ചെയ്തതിന് ശേഷം അദ്ദേഹം അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. രാമക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന പ്രധാനമന്ത്രി ഏതാണ്ട് 12 മണിയോടുകൂടി ആയിരിക്കും അവിടെ എത്തിച്ചേരുക. പ്രധാന കവാടമായിട്ടുള്ള സിംഹദ്വാർ അതുവഴിയായിരിക്കും പ്രധാനമന്ത്രി അകത്തേക്ക് പ്രവേശിക്കുന്നത്. സിംഹദ്വാർ കടന്നു കഴിഞ്ഞാൽ 32 പടികളുണ്ട്. കിഴക്ക് ദർശനത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 32 പടികൾ കയറി പ്രധാനമന്ത്രി ഗർഭഗൃഹത്തിലേക്ക് എത്തും. ആ സമയമാകുമ്പോഴേക്കും അഭിജിത്ത് മുഹൂർത്തം, ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മത്തിനു വേണ്ടി താന്ത്രിക വിധിപ്രകാരം ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയം എന്നത് ഈ അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. അഭിജിത്ത് മുഹൂർത്തം എന്നുള്ളത് 82 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന സമയമാണ്. അതിനുള്ളിൽ പ്രാണപ്രതിഷ്ഠ പൂർത്തിയാകണം. പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മൂലമന്ത്രം രാമവിഗ്രഹത്തിന് മുന്നിൽ ഉരുവിടുന്നതോടുകൂടി രാമവിഗ്രഹത്തിന്റെ മുഖം ഇപ്പോൾ കണ്ണുകൾ മൂടിയ രീതിയിലാണ് ഉള്ളത്. ഈ മൂലമന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണുകളുടെ കെട്ട് മാറ്റി സ്വർണ്ണ സൂചി ഉപയോഗിച്ച് മുഖപടത്തിന് മുന്നിൽ അഞ്ജനം എഴുതും. കണ്ണുകളിൽ അഞ്ജനം എഴുതും. അഞ്ജനം എഴുതിയതിനു ശേഷം കണ്ണാടി, സ്വന്തം രൂപം പിന്നീട് കാണുന്നത് വിഗ്രഹം കണ്ണാടിയിലൂടെ ആയിരിക്കണം. ആദ്യമായി കാണുന്നത് ഈ വിഗ്രഹം കണ്ണിന്റെ മുഖപടം അഴിച്ചാൽ ആദ്യം കാണേണ്ടത് സ്വന്തം രൂപമായിരിക്കണം. അത് ഈ വിഗ്രഹത്തെ കാണിക്കും. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി അടക്കമുള്ള 5 പേർ അവിടേക്ക് എത്തുക. പ്രധാനമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, RSSന്റെ ദേശീയ അധ്യക്ഷൻ, ഒപ്പം ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരി, അങ്ങനെ 5 പേർ അവിടെ എത്തും. തുടർന്ന് 56 വിഭവങ്ങൾ നേദ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കും. അത് നേദിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹമാണ് മുഖ്യ യജമാനൻ. ഒരു യജ്ഞം എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കല്പം. ആദ്യ സമയത്ത് ഈ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി മുഖ്യ യജമാനനായി ആ ഘട്ടത്തിൽ പങ്കെടുത്തിരുന്നു. അത് ചില രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും ഇപ്പോഴത്തെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും മുഖ്യ യജമാനനായി പ്രധാനമന്ത്രി തന്നെയാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം രാംലല്ലയെ ആരതി നടത്തും. ആരതി നടത്തിയതിന് ശേഷം പ്രധാനമന്ത്രി രാംലല്ലയിൽ പ്രാർത്ഥിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം രാമക്ഷേത്രത്തിന്റെ
മുഖ്യ കവാടം അത് തുറന്ന് നൽകുന്നത്. ആ ക്ഷേത്രത്തിന്റെ മുഖ്യ കവാടം തുറന്നു നൽകുന്ന ഇത് ജനങ്ങൾക്കാണ്. അതോടുകൂടി ആ ക്ഷേത്രം ജനങ്ങൾക്ക് തുറന്നു നൽകുന്നു എന്നതാണ് ഈ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. 5 വയസ്സ് പ്രായമുള്ള രാമന്റെ ബാലരൂപമാണ് രാംലല്ല എന്നുള്ളത്. രാംലല്ല ശ്രീരാമക്ഷേത്രത്തിന്റെ പുതിയ ശ്രീരാമക്ഷേത്രത്തിന്റെ മുഖ്യ വിഗ്രഹമായി മാറുന്നത്. രാംലല്ലയാണ് അവിടെ ലീഗൽ പേഴ്സണായി നമ്മുടെ ഈ വ്യവഹാരങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ബാലനായിട്ടുള്ള രാമനാണ് സുപ്രീം കോടതി ഈ ഭൂമി അനുവദിച്ചിട്ടുള്ളത്. ബാലനായ രാമന്റെ പ്രതിനിധി എന്ന രീതിയിലാണ് മുഖ്യ പൂജാരി അടക്കമുള്ളവർ അവിടെ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ബാലനായ രാമൻ എന്ന രീതിയിലാണ് ഈ രാംലല്ല എന്ന രീതിയിൽ വരുന്നത്. പഴയ ക്ഷേത്രത്തിന്റെ രാംലല്ല, അതായത് താൽക്കാലിക രാമക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടുത്തെ രാംലല്ല ഇതിനകം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക്, പുതിയ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ഗർഭഗൃഹത്തിൽ തന്നെയാകും പഴയ രാംലല്ലയും ഉണ്ടാകുക. പഴയ രാംലല്ല ഇനി ഉത്സവ വിഗ്രഹമായാകും ഉപയോഗിക്കുക. അത് പുറത്തേക്ക് എഴുതാനും ഉത്സവ സമയങ്ങളിൽ സരയുവിലടക്കം കൊണ്ടുവന്ന് സ്നാനം ചെയ്യാനും ഒക്കെയാണ് ഇനി ഈ പഴയ രാംലല്ല ഉപയോഗിക്കുക. പ്രതിഷ്ഠാ ചടങ്ങുകൾ ഏതാണ്ട് 12:45 തന്നെ പൂർത്തിയാകും. പ്രധാനമന്ത്രി ആകെ 4 മണിക്കൂർ സമയമായിരിക്കും ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകുക. അദ്ദേഹം ഉച്ചയ്ക്ക് അതിനുശേഷം മറ്റു ചില ക്ഷേത്രങ്ങളുടെ സന്ദർശനമുണ്ട്. ഒപ്പം അദ്ദേഹം ഈ അതിഥികളെ, ഏതാണ്ട് 7000-ഓളം അതിഥികൾ എത്തിയിട്ടുണ്ട്, ആ അതിഥികളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് അയോധ്യയിൽ നിന്ന് പൂജാവിധികളെ കുറിച്ചൊക്കെ തത്സമയം നമ്മോട് സംസാരിച്ചത്. അയോധ്യയിൽ ഇപ്പോൾ കടുത്ത തണുപ്പാണ്. അതിശൈത്യത്തിൽ ലയിച്ചിരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്ന് തന്നെയാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ അയോധ്യയിൽ കടുത്ത തണുപ്പ് തുടരുകയാണ്. ഈ സഹിക്കാൻ കഴിയാത്ത തണുപ്പ് മൂലം LK അദ്വാനി ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകളും ഡൽഹിയിൽ നിന്ന് വരുന്നു. എസ് വിജയകുമാർ ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിജയകുമാർ, എനിക്ക് തോന്നുന്നത് നമുക്കൊരു മലയാളിക്കൊന്നും സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ഇപ്പോൾ അയോധ്യയിൽ അനുഭവപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായി വിജയകുമാറിന് തണുപ്പ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? LK അദ്വാനി എത്തുന്നില്ല എന്നുള്ള വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നോ? കൊടും ശൈത്യം എന്ന് പറഞ്ഞാൽ അതിശൈത്യമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ. ഡൽഹിയേക്കാൾ കൂടുതൽ തണുപ്പാണ് അയോധ്യയിൽ എന്നാണ് ഡൽഹിയിൽ നിന്ന് വന്ന നമ്മളുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഇന്നലെ എന്നോട് പറഞ്ഞത്. ഏതാണ്ട് 4 ഡിഗ്രി അല്ലെങ്കിൽ 3 ഡിഗ്രിയിലേക്കൊക്കെ ഇന്നലെ പകൽ താപനില താഴ്ന്നിരുന്നു. മാക്സിമം പരമാവധി കൂടിയത് 9 ഡിഗ്രിയാണ്. അപ്പോഴറിയാമല്ലോ ഈ തണുപ്പിന്റെ ആധിക്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇന്നലെ പകലെ കുറച്ച് സമയം വെയിൽ തെളിഞ്ഞതുകൊണ്ട് ചെറിയ ആശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മൂടിക്കെട്ടി മൂടൽമഞ്ഞും ചെറിയ കാറ്റും ശീതക്കാറ്റ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് അസഹനീയമാണ്. എന്തായാലും ഈ കൊടും ശൈത്യമായിരിക്കാം അദ്വാനി അയോധ്യയിലേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട്, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് യാത്ര ചെയ്താൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ കലശലാക്കുമെന്ന ഉപദേശത്തെ തുടർന്ന് അദ്ദേഹം അയോധ്യയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചു എന്നാണ് വിവരം. ഇതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അദ്വാനിയോ അല്ലെങ്കിൽ ഈ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിന്റെ വക്താക്കളോ ഇതുവരെ അത് ഒരു സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം വന്നേക്കില്ല എന്നതാണ് സൂചന. നേരത്തെയും അറിയാമല്ലോ, അദ്വാനി, ജോഷി, മുരളി മനോഹർ ജോഷി തുടങ്ങിയവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വൈകി, അല്ലെങ്കിൽ അവരോട് വരേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു എന്ന മട്ടിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ നേരിട്ട് അദ്വാനിയെ പോയി ക്ഷണിക്കുകയും അതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ അറിഞ്ഞ അദ്വാനിക്ക് വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഈ സംഘം ഈ സംഘാടകർ വിട്ടു നൽകുമെന്നതായിരുന്നു. ആ വിമാനത്തിൽ അദ്ദേഹം ഇവിടേക്ക് വരുമെന്നായിരുന്നു അന്ന് അറിഞ്ഞിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം വരുന്നില്ല എന്ന് കേൾക്കുന്നു, അങ്ങനെ അറിയുന്നു. മറ്റൊന്ന്, രാഷ്ട്രപതിയുടെ ഒരു ആശംസ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. പുതിയ ക്ഷേത്രത്തിനും അതിലെ വിശ്വാസികൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. രാഷ്ട്രപതി പറയുന്നത് ഈ 11 ദിവസവും വ്രതമനുഷ്ഠിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനം രാമനോട് മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അതിൽ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നുവെന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശംസകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. രാഷ്ട്രപതിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വൈകിയെന്നൊക്കെയുള്ള വിമർശനം നേരത്തെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രതികരണത്തിന് കുറച്ചുകൂടി രാഷ്ട്രീയ പ്രാധാന്യവും കൈവരുന്നുണ്ട്.
എസ്കെൻ ഇന്ന് ഏതാണ്ട് ഒരു 13-14 സംസ്ഥാനങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒട്ടുമിക്കതും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ സർക്കാർ അവധി പ്രഖ്യാപിച്ചത് നേരത്തെ വലിയ വിവാദമായിരുന്നു. കോൺഗ്രസും ഇതിന് പിന്തുണ നൽകുന്നു എന്നതായിരുന്നു അന്ന് ഉയർന്ന ഒരു വിമർശനം. എന്തായാലും അതിനോട് ഹിമാചൽ പ്രദേശ് സർക്കാർ പ്രതികരിച്ചിട്ടില്ല. ഹിമാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ, അദ്ദേഹം അവിടുത്തെ മന്ത്രിയാണ്, ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആഗ്രഹമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം എന്നത്. അതുകൊണ്ട് പാർട്ടി വിലക്കും ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പും ഒക്കെ ലംഘിച്ച് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിക്രമാദിത്യ സിംഗ് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് കൗതുകങ്ങൾ ഇനി ആരൊക്കെ ഇതിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതേസമയം ഈ അയോധ്യയിൽ നടക്കുന്ന രാമപ്രതിഷ്ഠ ചടങ്ങ് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് അകലം പാലിക്കേണ്ട മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു എന്ന രീതിയിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ BJP കാര്യമായി പരിഗണിക്കുന്നുണ്ടോ, അതോ ഇതൊക്കെ അവർ അവഗണിച്ച് തള്ളുകയാണോ? ഈ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളോട് അതേ നിലയിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് BJP നേതൃത്വം അതിന്റെ പാർട്ടി ഭാരവാഹികളോട് അതുപോലെ അതിന്റെ വക്താക്കളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതൊരു മതപരമായ ചടങ്ങ് എന്ന നിലയിൽ മാത്രം ഈ ഘട്ടത്തിൽ കാണുക, അതിലേക്ക് രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. കോൺഗ്രസിന്റെ വിമർശനം ഇതൊരു മതപരമായ ചടങ്ങായി നടക്കേണ്ടതാണ്, അതിനെ BJP രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പ്രധാനമന്ത്രി നേരിട്ട് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് മൂലം അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നതാണ് കോൺഗ്രസിന്റെ വലിയ വിമർശനം. ആ വിമർശനങ്ങളോട് അതേ നിലയിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് BJP നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല, അത് മതപരമായ ചടങ്ങായി തന്നെ കാണുക, അത് ആ നിലയ്ക്ക് പോകട്ടെ. അതുകൊണ്ട് BJP നേതാക്കളെ പരമാവധി ഈ ചടങ്ങിലേക്ക് അവരാരും ക്ഷണിച്ചിട്ടില്ല. പ്രധാനമന്ത്രി തുടങ്ങിയ കേന്ദ്രമന്ത്രിമാർ, അങ്ങനെ MP-മാരൊക്കെ ഉള്ളൂ. അതല്ലാതെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള BJP നേതാക്കളൊന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. അവരൊക്കെ പിന്നീട് 540 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും തീർത്ഥാടകരെ ഇവിടേക്ക് കൊണ്ടുവരും എന്നാണ് BJP നേതാക്കളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്, അത് മതപരമായ ചടങ്ങായി മാത്രം കാണുക. ആ ചടങ്ങിൽ BJP നേതാക്കൾ എല്ലാം കൂടി പങ്കെടുത്ത ഒരു BJP പരിപാടിയായി മാറ്റരുത്. അങ്ങനെ മാറ്റിയാൽ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതിന് തുല്യമാകുമെന്ന മുന്നറിയിപ്പ് BJP നേതാക്കൾക്കാകെ കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വക്താക്കളോട് ഇതിൽ പ്രതികരിക്കുമ്പോൾ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തണം. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ JP നദ്ദയോ രാജ്നാഥ് സിംഗോ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമേ പ്രതികരണങ്ങൾ നടത്തുകയുള്ളൂ. അല്ലാത്തവരോട് മൗനം പാലിച്ചാൽ മതി. മതപരമായ ചടങ്ങാണ്. നിങ്ങൾ നാട്ടിലെ ക്ഷേത്രങ്ങൾ വൃത്തിയാക്കുക, അത്തരം നാട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. ഇങ്ങോട്ട് വന്ന് അതൊരു രാഷ്ട്രീയ സ്വഭാവമാക്കി BJP-യുടെ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച പരിപാടിയാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. BJP-യുടെ പതാകകളൊന്നും അതുകൊണ്ട് ഇവിടെ കാണാനേ ഇല്ല. എസ്കെൻ പകരം കാവി പതാകകൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഇന്നത്തെ ചടങ്ങിൽ ശ്രീകോവിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതുപോലെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, അതുപോലെ RSS മേധാവി മോഹൻ ഭാഗവത്, ഈ അയോധ്യ ശ്രീരാമ തീർത്ഥ ട്രസ്റ്റിന്റെ ചെയർമാൻ മഹന്ത് നൃത്തഗോപാൽ ദാസ് എന്നിവരായിരിക്കും ശ്രീകോവിലിൽ ഉണ്ടാവുക. ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്ന വേദപണ്ഡിതൻ, കാശിയിൽ നിന്നുള്ള പ്രശസ്തനായ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് ആയിരിക്കും ഈ ചടങ്ങുകളിൽ മന്ത്രങ്ങൾ, അതിന്റെ ആചാരങ്ങളൊക്കെ ഉരുക്കഴിക്കുക. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ കർമ്മങ്ങൾ നടക്കുക. പ്രധാനമന്ത്രി യജമാനനായി അതിൽ പങ്കെടുക്കും, നേരത്തെ ആർക്കെ സൂചിപ്പിച്ചതുപോലെ. എന്തായാലും എസ്കെൻ ഇവിടെ പഴുതടച്ച സുരക്ഷ, വലിയ ജനക്കൂട്ടത്തെ വേണ്ട തരത്തിൽ ക്രമീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ നടക്കുന്നു. കലാപരിപാടികൾ ഒരിടത്ത് നടക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ആരൊക്കെ പങ്കെടുക്കും, അതിലെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ സംബന്ധിച്ചുള്ള പല ചോദ്യങ്ങളും പല ചർച്ചകളും നടക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള മറുപടി ഈ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നൽകിയേക്കും. അദ്ദേഹം ഇവിടെ എത്തുന്ന ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗവും പ്രധാനപ്പെട്ടതായിരിക്കും. അത് കുറച്ച് രാഷ്ട്രീയ സ്വഭാവമുള്ളതാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ. ഓക്കെ, താങ്ക് യു S. വിജയകുമാർ, താങ്ക് യു R. രാധാകൃഷ്ണൻ. ഇവർ അയോധ്യയിൽ തത്സമയം ചെയ്യുകയായിരുന്നു. അയോധ്യയിൽ നടക്കുന്ന ചടങ്ങുകൾ തത്സമയം തന്നെ 24 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 12:30 വരെ അതിനിടയിലുള്ള സമയത്തായിരിക്കും ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. ഇതിൻ്റെ തത്സമയ സംപ്രേഷണം 24-ൽ ഉണ്ടാകും.